കാണുന്നില്ലല്ലോ. ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളായി. എനിക്ക് സന്തോഷമായി. എന്റെ മക്കളുടെ രണ്ടുപേരും വരുന്നുണ്ടല്ലോ. എടി എടി ആയിക്കോട്ടെ, ഇവിടൊന്ന് വന്നേടി. എന്റെ രണ്ട് മക്കളും അതുകൊണ്ട് നീ പോയേ ആ ചന്തയിൽ പോയി കുറെ കൊഞ്ചും കരിമീനും താറാവും ഒക്കെ മേടിച്ചോണ്ട് വാ. നീ വഴി കാണുന്നവരോടൊന്ന് സംസാരിച്ചിരിക്കാതെ ഒരു ഓട്ടോ അടിച്ച് പെട്ടെന്ന് പോയിട്ട് വരും. എനിക്ക് എന്തോ നന്മയാണ് പറയാനുള്ളത്. എടേ 10 വർഷമായി അവൾ എൻ്റെ കൂടെ നിന്നിട്ട് അവൾക്കും വേണ്ടയുടെ ഒരു ജീവിതം. അവൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വിവാഹം നടത്തി. 2-3 ദിവസം കഴിയുമ്പോൾ അവൾ തന്നെ കവി കൊണ്ടുപോകും. അവൾ എൻ്റെ മക്കളുമാരെ പോലല്ലയോ. നിന്റെ കൂട്ട് നല്ല മനസ്സുള്ള ഒരാളെ എവിടെ കിട്ടുന്നുണ്ട് ഇന്നത്തെ കാലത്ത്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നല്ല ചെയ്യുന്നതല്ലയോ നമ്മുടെ ഒരു സന്തോഷം. നിന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. നീയൊക്കെ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്ത് വഴി ഞങ്ങൾ സന്തോഷം പറയുന്നുണ്ടോ? പറഞ്ഞതെല്ലാം നീ ചെയ്തോ? ആ താറാവ് അപ്പാസ് വെച്ച് എന്റെ മിനി കൊച്ചിന് ആ താറാവ് അപ്പാസ് വെച്ച് ശരി ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ പോട്ടടി. എന്റെ ഈ അന്നക്കൊച്ചിന്റെ കയ്യിൽ നിന്ന് എന്തിനി ഒരു ചായ കുടിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരെ അടുത്തിന് എന്നൊന്ന് വന്നിരിക്കാനാ? അതൊക്കെ ഇരിക്കട്ടെ, എന്റെ കൊച്ചുമക്കളെത്തിയേ? എന്റെ അന്നത്തെ നാളെ പോകുവാണല്ലോ. പോകുന്ന സമയത്ത് പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാം. എനിക്കിവിടെ ഒരാളില്ലാതെ എനിക്ക് ഇവിടെ തനിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ അത് വരുക. അപ്പോഴെന്റെ കൊച്ചുമക്കളെ എനിക്ക് കാണാമല്ലോ. ശരി ശരി, അമ്മച്ചി പോയി അകത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഞങ്ങൾ കുറെ നാളായി അമ്മച്ചി കണ്ടിട്ട് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ശരിയാവട്ടെ. എന്തുകൊണ്ടാണ് വിശേഷം? എടേ, ഞാൻ അമ്മച്ചി മനഃപൂർവ്വം അങ്ങ് പറഞ്ഞു വിട്ടതാണ്. നീ പോകുമ്പോ അമ്മച്ചിയെ കൊണ്ടുപോകുമോ? എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ടെക്സ്റ്റൈൽ ഉണ്ട്. അത് അമ്മച്ചിക്കും പറ്റത്തില്ല. ചേച്ചി എന്തോ ഈ പറയുന്നത്? എനിക്ക് അമ്മച്ചിയെ കൊണ്ടുപോകാനോ ചുമക്കാനോ ഒന്നും പറ്റത്തില്ല. എടി, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് അമ്മച്ചിയെ അവിടെ ആക്കാം. ഓക്കെ. അമ്മച്ചി എന്ത് പറഞ്ഞു കൊണ്ടുപോകും ചേച്ചി? അമ്മച്ചി വരുമോ? എടി സുജയ്, നീ അതിന് വിഷമിക്കണ്ട. നമുക്ക് അമ്മച്ചിയെ ടൂറിന് പോകാന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് അവിടെ ആക്കിയിട്ട് അമ്മച്ചിയെ ഒന്ന് കറങ്ങി ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ ചേച്ചി. ചേച്ചി മക്കളുകാരെ, നിങ്ങൾ എത്ര സമയമായി വന്നിട്ട്?
നിങ്ങൾ വല്ലതും കഴിച്ചോ? വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. കഴിക്കാം അമ്മച്ചി. അതിന് മുന്നേ ഒരു കാര്യം. അന്നെ കൊച്ചേ, നീ ഇന്ന് തന്നെ അങ്ങ് പൊക്കോ. ഞങ്ങൾ നാളെ അമ്മച്ചി കൊണ്ടൊരു ടൂറിന് പോവുക. അമ്മച്ചി ചേച്ചി പറയുന്നത് കേട്ടോ. ഇങ്ങോട്ട് ഞാൻ മക്കളോട് നിൽക്കട്ടെ. നാളെ നീ ചായ കഴിച്ച് ഞാൻ പോയിക്കോളാം. ഒന്ന് പറയാം അമ്മച്ചി. ശരി മോളെ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നീ ഇറങ്ങിക്കോ. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം.